നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈശ്വരന്റെ അടുത്തായിട്ടും എന്താ എന്റെ ആഗ്രഹം സാധിച്ചു തരാത്തത്? മഹേശ്വരയെ കല്യാണം കഴിക്കേണ്ടത് ഞാൻ പറഞ്ഞതല്ലേ. മോള് വിഷമിക്കാതെ, അവരുടെ വിവാഹം നേരത്തെ തീരുമാനിച്ചതല്ലേ. എനിക്ക് ശ്രേയ അമ്മയായിട്ട് വേണ്ട ഗംഗേ. ശ്രേയ ചേച്ചി മാളുനെ നന്നായിട്ട് നോക്കും. പിന്നെ എന്തിനാ മാള് വിഷമിക്കുന്നേ? ഇല്ല, ഗംഗ നുണ പറയുക. എനിക്കറിയാം ശ്രേയക്ക് എന്നെ ഇഷ്ടമല്ല. എനിക്ക് ശ്രേയ ഇഷ്ടമല്ല. മോൾ ഇങ്ങനെ കരഞ്ഞ അത് ഗംഗയ്ക്ക് സഹിക്കില്ല. ഗംഗയല്ലേ പറഞ്ഞത് നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം ശ്രീ മഹേശ്വരൻ സാധിച്ചു തരുമെന്ന്. എന്നിട്ടെന്താ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? ചില ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും അങ്ങനെയാ. അത് നമുക്ക് ഈശ്വരൻ സാധിച്ചു തന്നു വരില്ല. എനിക്ക് ഈ ഒരു ആഗ്രഹം മാത്രമല്ലേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ ശ്രീ മഹേശ്വരനോട് പറഞ്ഞു. മഹേഷ് ശ്രേയായിട്ടുള്ള കല്യാണം ഒരിക്കലും നടക്കരുത്. ഭഗവാൻ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുമെന്ന് ഗംഗ പറഞ്ഞത്. മഹേഷ് ശ്രേയയെ കല്യാണം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ശ്രേയ ചീത്തയാ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ കല്യാണം തടയണേ ശ്രീ മഹേശ്വര. എന്നിട്ടെന്താ എന്റെ പ്രാർത്ഥന കേൾക്കാത്തത്? ഗംഗ പറയുന്നത് മോള് കേൾക്ക്. എല്ലാം നന്നായിട്ട് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ മഹേട്ടൻ മോൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. വാ, ഞാൻ മോളെ നല്ല സുന്ദരി കുട്ടിയാക്കി തരട്ടെ. എന്റെ മോള് വാ, ഗംഗയല്ലേ പറയുന്നേ. നമുക്കെല്ലാം ശരിയാക്കാം. വാ. ഒന്ന് വേഗം ചെയ്യടി. ഇത് കഴിഞ്ഞിട്ട് വേറെ ഒരുപാട് ജോലികൾ ഉള്ളതാ. എനിക്കറിയാം നിനക്ക് ഇതൊക്കെ കണ്ടിട്ട് ശരിക്കും അസൂയ തോന്നുന്നുണ്ടാവും. ഞാൻ എന്തിനാ ആന്റി അസൂയപ്പെടുന്നത്? അയ്യോ പാവം, ഒന്നും അറിയില്ല. എന്റെ മോളുടെ വിവാഹം ഒരു രാജകുമാരിയെ പോലെ നടക്കുന്ന കണ്ടിട്ട് നിന്റെ മനസ്സുരുകുന്നില്ലേ? അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഇതിനൊക്കെ ഒരു യോഗം വേണം. എന്താടി നോക്കുന്നേ? ഒന്ന് ശക്തിയായിട്ട് കലക്ക്. എന്റെ മോളുടെ മുഖത്ത് പുരട്ടാനുള്ളതാ. അത് നിന്നെ തൊടിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. പിന്നെ നിനക്ക് ഇങ്ങനെയെങ്കിലും ഇതിലൊക്കെ ഒന്ന് തൊടാൻ പറ്റിക്കോട്ടെ എന്നോർത്ത് ഞാൻ ചെയ്യിക്കുന്നതാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.